ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവായ കൃപയാൽ അനുഗ്രഹിക്കണം. പറയുന്ന ദൈവം സ്നേഹമാണ്. വസിക്കുന്ന ദൈവത്തിൽ വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. അങ്ങനെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ അസ്വസ്ഥകളും കടങ്ങളും എല്ലാം നമുക്കുള്ളതെല്ലാം തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം, വിശദീകരിക്കാം. അങ്ങനെ അവിടുത്തെ ആ കൃപയുടെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. നമുക്ക് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം. സർവ്വതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന ജവാക്കാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം, കരുണയിൽ വിശ്വസിക്കാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതിന് പകരമായി നാം ദൈവതിരുസന്നിധിയിൽ എന്തു കൊടുക്കും? നമ്മുടെ ആത്മാവിൻ്റെ വില എത്രയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ലോകം മുഴുവൻ നേടിയാലും, അതെ, തിരുവചനം പറയുന്നത്